ഫ്യൂൽ എഫിഷ്യൻസി റേഞ്ച് ഒരു 20.8 കമ്പനി പറയുന്നുണ്ട്. എന്നാലും 21 കിട്ടുന്ന കസ്റ്റമേഴ്സും ഉണ്ട്, 14 അല്ലെങ്കിൽ 13 കിലോമീറ്റർ കിട്ടുന്ന കസ്റ്റമേഴ്സും ഉണ്ട്. എന്തുകൊണ്ടാണ് ഇത്രയും ഡിഫറൻസ് വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് ഞാൻ കാണിച്ചു തരാം. ഞാൻ ഇവിടെ പ്രസ് ചെയ്ത് പിടിച്ചാൽ നമുക്ക് ഇങ്ങനെ ഒരു യൂണിറ്റ് ഇവിടെ വരും. ഇതിനകത്ത് നമുക്ക് താഴോട്ട് ഇഗ്നിസിൽ മാത്രം കണ്ടുവരുന്ന ഒരു പ്രത്യേക തരം സ്വിച്ചാണ് നമുക്ക് ഈ സൈഡിൽ കൊടുത്തിരിക്കുന്നത്. അതായത് നമ്മുടെ ട്രിപ്പ് കൺട്രോൾ, ഇൻഫർമേഷൻ കൺട്രോൾ, അതൊക്കെ എങ്ങനെയാണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇനി എത്ര പേര് ശ്രദ്ധിച്ചു എന്ന് എനിക്കറിയത്തില്ല. ശ്രദ്ധിച്ചവർ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഞാൻ ആദ്യം തന്നെ മീറ്റർ കൺസോൾ കാണിച്ച സമയത്ത് ക്ലസ്റ്റർ മീറ്ററിനകത്ത് 1,00,000 മേളിൽ കിട്ടുന്നതായിരിക്കും. അതായത് ഈ വാഹനത്തിൽ ക്ലച്ച് ഉണ്ടോ, AMT അഥവാ AGS ആണെന്ന് പറഞ്ഞിട്ട് ക്ലച്ച് ഇല്ലെന്നല്ല, ആൽഫ എടുക്കുമ്പോൾ കിട്ടുന്നത്. പക്ഷേ ഒരു വാല്യൂ ഫോർ മണി എന്ന് പറയാൻ സാധിക്കുന്ന ഒരു ഫീച്ചേഴ്സ് എല്ലാം കിട്ടുന്നത് ഇപ്പോഴത്തെ ഒരു ഡ്രൈവിൽ മാത്രം പറയുന്നൊരു കാര്യമല്ല. ഞാൻ ഒരുപാട് ദൂരം ഈ വാഹനം ഡ്രൈവ് ചെയ്തിട്ടുള്ളതാണ്. പ്രത്യേകിച്ച് ഇതിൻ്റെ സർവീസ് സൈഡും കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് നോക്കിക്കൊണ്ടിരുന്നതുകൊണ്ട് അത്രയും കൃത്യമായിട്ട് എനിക്ക് പറയാൻ സാധിക്കും. ഹായ് നമസ്കാരം, ഞാൻ രാകേഷ് എം ജി. ഇന്നിപ്പോൾ ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് നമ്മുടെ ഏറ്റവും പുതിയ മോഡൽ ഇഗ്നിസ് ആണ്. അതായത് മാരുതി സുസുക്കിയുടെ ഇഗ്നിസ് ആണ്. പലരും കമൻസിൽ ചോദിച്ചിട്ടുള്ളത് പോലെ ഇഗ്നിസിൻ്റെ വീഡിയോ ചെയ്യണമെന്ന് പറയുന്ന പോലെ ഞാൻ കൊണ്ടുവന്നിരിക്കുകയാണ് നമ്മുടെ ഇഗ്നിസ്. ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് ഇഗ്നിസിനെ കുറിച്ച് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിറ്റി ഡ്രൈവ്സിലും ലോങ് ഡ്രൈവ്സിനും ഒരുപോലെ തന്നെ നമുക്ക് കംഫോർട്ട് തരുന്ന ഒരു വാഹനമാണ് ഇഗ്നിസ്. ഏതായാലും ഇത്രയും വർഷത്തിനിടയ്ക്ക് ഞാൻ ഇതുവരെ ഇഗ്നിസിൻ്റെ വീഡിയോ ചെയ്തിട്ടില്ല. ഏതായാലും നിങ്ങളുടെ ഫ്രണ്ടിൽ ഞാൻ ഇപ്പം കൊണ്ടുവരികയാണ്. അതായത് 2017 ലോഞ്ച് ചെയ്തു. 2020 അതിൻ്റെ അപ്ഡേറ്റ് വന്നതിന് ശേഷം അല്ലെങ്കിൽ ഫേസ് ലിഫ്റ്റ് വന്നതിന് ശേഷം ഇപ്പോഴും സ്റ്റിൽ ഇത് അതേ ഫേസ് ലിഫ്റ്റിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇതിൽ ഏത് വേരിയൻ്റ് എടുക്കുന്നതാണ് ഏറ്റവും നല്ലതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അതിൽ ഒരൊറ്റ ഓപ്ഷൻ പറയും, സീറ്റ. എന്തുകൊണ്ട് സീറ്റ? ഈ ഒരു കാര്യവും പിന്നെ ഇതിൻ്റെ കുറച്ച് ടെക്നിക്കൽ സൈഡുമാണ് ഇന്ന് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പരിചയപ്പെടാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ MG Tech Explore. അപ്പോൾ നമുക്ക് ഏതായാലും സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ ഈ വാഹനത്തിൻ്റെ ഫ്രണ്ട് വശത്തെ കാഴ്ചകളൊക്കെ നമുക്ക് നോക്കാം. ഏതായാലും നമുക്ക് ഏറ്റവും അധികം ഫ്രണ്ടിൽ നിന്നും കാണുമ്പോൾ നമ്മുടെ കണ്ണു പിടിക്കുന്ന ഈ 4 ക്രോം എലമെൻറ്റുകളാണ്. അതായത് ഇതിൻ്റെ ഗ്രില്ലിൻ്റെ അപ്പർ ഗ്രില്ലിൽ വരുന്ന ഈ ഒരു ക്രോം എലമെൻറ്റും ഇതെല്ലാം ഓപ്പൺ ആണ്. എയർ ഇൻടേക്കിന് വേണ്ടിയിട്ടും ഇവിടെ ഒരു ഹോണിൻ്റെ ഒരു ചെറിയ ഹോളും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത്രയും പോർഷനാണ് നമുക്ക് മെയിനായിട്ട് ഫ്രണ്ടിൽ വരുന്നത്. അത് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ സൈഡിലത്തെ പോർഷനിലോട്ട് പോകുമ്പോൾ ഇത്രയും വലിയൊരു ഹെഡ്ലൈറ്റ് യൂണിറ്റ് കാണാൻ സാധിക്കും. ഞാൻ പറഞ്ഞ പോലെ ഇതൊരു സീറ്റ വേരിയൻ്റ് ആണ്. സീറ്റ വേരിയൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഹെഡ്ലൈറ്റ് ഉള്ളതുകൊണ്ട് നമുക്കിത് അപ്ഗ്രേഡ് ചെയ്യാൻ സാധിക്കും. അതായത് നമുക്ക് ഇഷ്ടമുള്ളൊരു LED ബൾബിലോട്ട്, അതായത് കുറച്ചുകൂടെ വെട്ടം കൂടിയ LED ബൾബ് അപ്ഗ്രേഡ് ചെയ്യാൻ സാധിക്കും. പക്ഷേ അതേ സ്ഥാനത്ത് ആൽഫ, അതായത് ഏറ്റവും ടോപ്പ് വേരിയൻ്റ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫിക്സഡ് LED തന്നെയാണ് വരുന്നത്. നിങ്ങൾക്ക് അത് റീപ്ലേസ്മെൻറ്റ് ഓപ്ഷൻ വരുന്നില്ല. അപ്പോൾ അതൊരു വലിയ അഡ്വാൻറ്റേജ് ആണ്. തൊട്ട് സൈഡിലായിട്ടൊരു പാർക്ക് ലൈറ്റ് കാണാൻ സാധിക്കും. ഇവിടെ ഒരു ഇൻഡിക്കേറ്റർ ബൾബ് ഇവിടെ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഇത് ഒരു ക്രോം എലമെൻറ്റ് ഇതിന് ചുറ്റും വരുന്ന നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഒരു കേജിനകത്ത് ഇതെല്ലാം കൂടെ നിർത്തുന്ന ആ ഒരു സെയിം എഫക്റ്റാണ് നമുക്കിവിടെ കിട്ടുന്നത്. അതായത് ഇത് ഫുൾ ഇൻ്റഗ്രേറ്റ് ചെയ്ത് വരുന്നതാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. പക്ഷേ ഇതെനിക്ക് തോന്നുന്നു ഒന്ന് ഡീക്രോം ചെയ്ത് കഴിഞ്ഞാൽ കിടു ലുക്കായിരിക്കും. ഇതെൻ്റെ പേഴ്സണൽ സജഷനാണ്. ഇതെല്ലാം ഒന്ന് ഡീക്രോം ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ നല്ല അടിപൊളിയായിരിക്കും. തൊട്ട് താഴെയായിട്ട് നമുക്ക് ഫോഗ് ലാമ്പ് അസംബ്ലി കാണാൻ സാധിക്കും. മാരുതി എന്തുകൊണ്ട് ഇപ്പോഴും നോർമൽ ടൈപ്പ് ഹാലജൻ കൊണ്ടുവരുന്നു എന്ന് ചോദിച്ചാൽ എനിക്കതിന് ഉത്തരവില്ല. കാരണം എല്ലാ മോഡലുകളിലും LED വന്നു തുടങ്ങി. ഇവിടെ ഇപ്പോഴും ഹാലജൻ കൊടുക്കുന്ന വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ നമുക്കത് LED കൺവേർട്ട് ചെയ്യാൻ സാധിക്കും. ഇതൊരു വലിയ അഡ്വാൻറ്റേജ് തന്നെയാണ്. അതിന് ശേഷം നമുക്ക് ഇവിടെ സൈഡിൽ എയർ ഡാം കാണാൻ സാധിക്കും. അതുപോലെ തന്നെ താഴെ ഒരു സ്കിഡ് പ്ലേറ്റും ഒരു ചെറിയൊരു ബുൾബാറിൻ്റെ പോലത്തെ ഒരു എഫക്റ്റിൽ ഈ ഒരു പോർഷൻ കൂടെ അവിടെ കവർ ചെയ്ത് പോകുന്നുണ്ട്. ഇവിടെ ഒരു ക്യാപ്പ് കൂടെ കൊടുത്തിട്ടുണ്ട്. ഈ ക്യാപ്പ് നമുക്ക് വാഹനത്തിനെ ടോ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഹുക്ക് ഫിറ്റ് ചെയ്യാനുള്ളൊരു പോർഷനാണ് അവിടെ വരുന്നത്. ഈ സൈഡിലും നമുക്കൊരു ഹോൾ കാണാൻ സാധിക്കും. ഇവിടെ ഒരു ഹോൺ അസംബ്ലിയാണ് കൊടുത്തിരിക്കുന്നത്. നമുക്കൊരു ചെറിയൊരു ഹുഡ് ഏരിയ ആണ് ഇവിടെ കാണുന്നത്. ഫ്ലാറ്റ് ആണ്, വേറെ ഡിസൈനോ കാര്യങ്ങളോ ഒന്നും തന്നെ അതിൽ വരുന്നില്ല. സൈഡിലത്തെ പോർഷനിലോട്ട് വരുമ്പോൾ ഒരു ഫൈബർ എലമെൻറ്റും കൂടെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒരു ഡിസൈനിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ഫൈബർ എലമെൻറ്റ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. കാണാനും നല്ല രസം ഫീൽ ചെയ്യുന്നുണ്ട്. ഏതായാലും ആദ്യം തന്നെ നമ്മുടെ കണ്ണു പിടിക്കുന്ന ഈ ഒരു ക്ലാഡിംഗ് ആണ്. അതായത് ഈ വീലാർച്ച് വരുന്ന ക്ലാഡിങ്, അങ്ങറ്റത്തെ വീലാർച്ച് വരെ കവർ ചെയ്ത് പോകുന്ന ഈ ഒരു ക്ലാഡിങ് നമുക്ക് കാണാം. അതുപോലെ തന്നെ ഒരു സ്പോർട്സ് യൂട്ടിലിറ്റി വെഹിക്കിൾ അഥവാ ഒരു സ്പോർട്സ് വെഹിക്കിൾ അല്ലെങ്കിൽ ഒരു മോഡിഫൈഡ് വെഹിക്കിൾ പോലെ തന്നെ ഈ ഫെൻഡറിൻ്റെ പോർഷൻ ഇത്രയും അധികം ബൾജ് ചെയ്ത് സൈഡിലോട്ട് നിൽക്കുന്ന നല്ല രസമുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു വാഹനത്തിൽ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം, നമുക്ക് കുറച്ച് അപ്സൈസ് ടയർ ഇട്ടെന്ന് പറഞ്ഞാലും പുറത്തോട്ടൊരല്പം തള്ളി നിന്നാലും അധികമാരും ശ്രദ്ധിക്കത്തുമില്ല. കാണാൻ നല്ല കിടു ലുക്കാണ്. ഒരുപാട് പേര് അതുപോലെ അപ്സൈസ് ചെയ്തിട്ടിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. നല്ല കിടു അലോയും കൂടി ഇട്ട് കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല. അതുപോലെ തന്നെ ഇതിൻ്റെ ടയർ സൈസ് ഒന്ന് നോക്കാം. 175, 65, 615 ഇതിൻ്റെ ടയർ സൈസ് വരുന്നത്. ഇതൊരു ബ്ലാക്ക് അലോയാണ് ഈ ഒരു മോഡലിന് വരുന്നത്. സീറ്റ വേരിയൻറ്റും ആൽഫ വേരിയൻറ്റും, അതായത് ഈ ഒരു വേരിയൻറ്റും ഇതിൻ്റെ അടുത്ത ടോപ്പ് വേരിയൻറ്റും വരുന്ന സെയിം അലോയ് തന്നെയാണ് വരുന്നത്. ഏതായാലും ഈ ഒരു ടയർ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നത് 175 ഉള്ളൂ. ഒരു 205 വരുവാണെങ്കിൽ തന്നെ നല്ല ഗും ലുക്കാന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് സൈഡിലത്തെ ഈ ഒരു പില്ലേഴ്സും കാര്യങ്ങളൊക്കെ കാണാം. ഇതൊക്കെ സ്റ്റിക്കേഴ്സാണ് ബ്ലാക്ക് വരുന്നത്. മാറ്റ് സ്റ്റിക്കേഴ്സാണ് ഇവിടെ വരുന്നത്. ഇവിടെയും ഈ ഡോറെല്ലാം വരുന്നത്, അതായത് ഈ ഡോറിൻ്റെ സൈഡിലെല്ലാം വരുന്ന സ്റ്റിക്കേഴ്സാണ്. സൈഡിലോട്ട് വരുമ്പോൾ നമുക്കൊരു റിയർ വ്യൂ മിറർ കാണാം.
ഇൻ്റഗ്രേറ്റഡ് ചെയ്ത ഇൻഡിക്കേറ്റേഴ്സ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇത് ഫോൾഡബിൾ ടൈപ്പാണ്. ഇലക്ട്രിക്കലി ഫോൾഡബിളും ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ ടൈപ്പ് മിറേഴ്സാണ് നമുക്കിവിടെ കിട്ടുന്നത്. അതുപോലെ തന്നെ റിക്വസ്റ്റ് സ്വിച്ച് നമുക്ക് റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും 2 ഡോർസിലും റിക്വസ്റ്റ് സ്വിച്ച് വരുന്നുണ്ട്. റിക്വസ്റ്റ് സ്വിച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാവും ഇവിടെ നമുക്ക് നോർമൽ കീസ് അല്ല വരുന്നത്, കീ ഫോബാണ് വരുന്നത്. അതായത് പുഷ് സ്റ്റാർട്ട് വരുന്ന ടൈപ്പാണ് നമുക്ക് വരുന്നത്. അത് കഴിയുമ്പോഴത്തേക്ക് ഈ ഒരു വിൻഡോ ഏരിയ തന്നെ നമുക്ക് കാണാൻ നല്ല രസമുണ്ട്. ഇതിപ്പം കൂളിങ്ങും കൂടെ അടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് ഇത്രയും ഭാഗം മാത്രം ആ ഒരു ഫിനിഷ് കിട്ടും. ചെറിയൊരു ക്വാർട്ടർ ഗ്ലാസ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. പലർക്കും ഈ ഒരു ബാക്കിലത്തെ പോർഷൻ ഇഷ്ടമല്ലാതെ പോകുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കുറേ പേര് പറഞ്ഞൊരു അഭിപ്രായം വെച്ചാണ് ഞാൻ പറയുന്നത്. ശരിക്കും നമ്മുടെ റിഡ്സിനെ റീപ്ലേസ് ചെയ്തു എന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കുന്നൊരു വാഹനമാണിത്. കാരണം റിഡ്സിൻ്റെ ബാക്കിലും ചെറിയൊരു രീതിക്ക് എവിടേക്കോ ഒരു വശപ്പശക്ക് തോന്നിയതുപോലെ തന്നെ ഇഗ്നിസിനും പലർക്കും അത് തോന്നിയിട്ടുണ്ട്. പക്ഷേ കണ്ട് ഇഷ്ടപ്പെട്ടൊരു വാഹനം തന്നെയാണ് ഇഗ്നിസ്. യാത്രാസുഖം ഒരു രക്ഷയില്ലാത്തൊരു വാഹനം. ഏതോ ഒരു വാഹനത്തിൽ കണ്ടിട്ടുള്ളൊരു കാര്യമാണ്, അവരിവിടെ സ്റ്റിക്കർ ചെയ്തിട്ടുണ്ട്. കാണാൻ ഭയങ്കര രസമാണ്. ആ ഒരു ഫീല് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇതെൻ്റെ പേഴ്സണൽ സജഷനാണ്. അതുപോലെ തന്നെ നമുക്ക് 2 റൂഫ് റെയിൽസ് കാണാൻ സാധിക്കുന്നുണ്ട് 2 സൈഡിലായിട്ട്. നമുക്കിത് ആക്റ്റീവ് ടൈപ്പാണ്. അതായത് ലോഡ് അത്യാവശ്യം ക്യാരി ചെയ്യാൻ പറ്റുന്ന റൂഫ് റെയിൽസാണ് നമുക്കിവിടെ കിട്ടുന്നത്. അത് കഴിഞ്ഞ് ഞാൻ ബാക്കിലത്തെ വീലാർച്ച്, ഫ്രണ്ടിലത്തെ വീലാർച്ച് പോലെ തന്നെ ബാക്കിലത്തെ ഈ ഒരു ബൾജിങ്ങും അതിൻ്റെ ക്ലാഡിങ്ങും കാര്യങ്ങളൊക്കെ ഇവിടെ വരുന്നുണ്ട്. ഇതും ടയർ ഒന്ന് അപ്സൈസ് അല്പം കൂടെ ചെയ്ത് കഴിഞ്ഞാൽ കിടുവായിരിക്കും. പക്ഷേ ടയർ അപ്സൈസ് ചെയ്യാൻ വേണ്ടി ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്തില്ല. നിങ്ങളുടെ ഇഷ്ടത്തിൽ നിങ്ങൾക്കത് ചെയ്യാൻ സാധിക്കും. ഫ്രണ്ട് ബ്രേക്ക് ഡിസ്ക് ആണ് വരുന്നത്. ബാക്കിലത്തെ ഡ്രം ബ്രേക്കുമാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. നമുക്ക് റിയർ പോർഷൻ ഒന്ന് നോക്കാം. ഏതായാലും റിയർ പോർഷൻ നോക്കുന്ന സമയത്ത് നമുക്ക് ആദ്യം നമ്മുടെ കണ്ടുപിടിക്കുന്നത് നമ്മുടെ ഇഗ്നിസ് എന്നുള്ള ലോഗോ അവിടെ കൊടുത്തിരിക്കുന്നത് സുസുക്കിയുടെ എസ് ലോഗോ നമുക്കിവിടെ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഒരു ചെറിയ സ്മോക്ഡ് ടൈപ്പ് റിയർ ടെയിൽ ലാംപ്സ് ആണ് നമുക്കിവിടെ കിട്ടുന്നത്. ബ്രേക്കും പാർക്കും ഇതിനകത്ത് തന്നെയാണ് വരുന്നത്. ഇൻഡിക്കേറ്റർ ഇവിടെയാണ് വരുന്നത്. റിവേഴ്സിൻ്റെ ബൾബ് ഇതിനകത്താണ് വരുന്നത്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇതിനകത്ത് ഇൻ്റഗ്രേറ്റ് ചെയ്ത് കിട്ടുന്നത്. അതുപോലെ തന്നെ താഴോട്ട് വരുമ്പോൾ 1, 2, 3, 4 പാർക്ക് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഒരു റിഫ്ലക്റ്റേഴ്സ് നമുക്കിവിടെ താഴെ കൊടുത്തിട്ടുണ്ട്. ചെറിയൊരു സ്കിഡ് പ്ലേറ്റ് അഥവാ ഒരു ഡിഫ്യൂസറും കൂടെ നമുക്ക് ഈ ഒരു പോർഷനിൽ കാണാൻ സാധിക്കുന്നുണ്ട്. തൊട്ട് മേളിലോട്ട് വരുമ്പോൾ ഒരു റിയർ വൈപ്പർ, നമുക്കൊരു ഡീഫോഗർ വരുന്നുണ്ട്. ഹൈ മൗണ്ട് സ്റ്റോപ്പ് ലാമ്പ്, വാഷർ സ്പ്രേ നമുക്കിവിടെ കാണാം. അതുപോലെ തന്നെ റൂഫ് ആൻറ്റിനയും കാണാൻ സാധിക്കുന്നുണ്ട്. ഏതായാലും പുതിയ മോഡലിലെ റൂഫ് ആൻറ്റിനാസ് പോലെ ഒരു ഷാർക്ക് ഫിൻ ആൻറ്റിനോ കാര്യങ്ങളോ ഒന്നും അല്ല ഇവിടെ കൊടുത്തിരിക്കുന്ന. ഒരു നോർമൽ ടൈപ്പ് ആൻറ്റിന തന്നെയാണ് നമുക്കിവിടെ കിട്ടുന്നത്. അതുപോലെ തന്നെ നമുക്ക് ബൂട്ട് സ്പേസ് ഒന്ന് നോക്കാം. ബൂട്ട് ഓപ്പൺ ചെയ്യാൻ വേണ്ടി ഇവിടെ ഒരു നോർമൽ ഒരു ഹാൻഡിൽ വരുന്നുണ്ട്. ഹാൻഡിലൊന്ന് അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് ഓപ്പൺ ചെയ്യാം. റൈറ്റ് ആൻഡ് ലെഫ്റ്റ് നമുക്ക് 2 ലൈസൻസ് ലാമ്പും കാണാൻ സാധിക്കും. 260 ലിറ്ററാണ് ഇതിൻ്റെ ബൂട്ട് സ്പേസ് നമുക്ക് കിട്ടുന്നത്. ഇപ്പോൾ ഇതിനകത്തൊരു ട്രേയും കൂടെ അഡീഷണൽ ആയിട്ട്, ഇതൊക്കെ അഡീഷണൽ ഫിറ്റ്മെൻ്റ് ആണ് ഈ ട്രേ നമ്മൾ വാങ്ങി വെച്ചിരിക്കുന്നത്. ഇവിടുത്തെ ലോഡിംഗ് ലിപ്പ് കുറച്ച് അപ്സൈഡാണ്, കുറച്ച് മേലോട്ടാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു സാധനം എടുത്ത് വെക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. ഇനി ഇറക്കാനാണെങ്കിലും ഇവിടെ നിന്ന് പുറത്തോട്ട് ഇറക്കുമ്പോൾ നമുക്കൊരു ചെറിയ ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സ്പെയർ വീല് നമുക്കിതിനകത്ത് കാണാൻ സാധിക്കും. സ്പെയർ വീലിൻ്റെ സൈസ് 175, 65, R15 തന്നെയാണ്. അതായത് സെയിം സൈസ് തന്നെയാണ് നമുക്ക് സ്പെയർ വീല് കിട്ടുന്നത്. അതൊരു അഡ്വാൻറ്റേജ് ആയിട്ട് തന്നെ ഞാൻ പറയത്തുള്ളൂ. അതുപോലെ തന്നെ ഒരു പാർസൽ ട്രേയും നമുക്ക് ഈ ഒരു മോഡലിൽ അവൈലബിൾ ആണ്. നല്ലൊരു കാര്യം, കാരണം അത്യാവശ്യം എന്തെങ്കിലുമൊക്കെ വെക്കാനും ബൂട്ടിനകത്ത് എന്തൊക്കെ ഉണ്ടെന്നുള്ളത് പുറമേ നോക്കിക്കഴിഞ്ഞാൽ ആരും കാണാതിരിക്കാനും കൂടെ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത്. നമുക്കൊരു ബൂട്ട് ലാമ്പ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ അവിടെ ഒരു സ്വിച്ചും നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഓഫ് ചെയ്യണമെങ്കിൽ ഓഫ് ചെയ്യാം, അല്ലെങ്കിൽ ഓൺ ചെയ്തിടാനും സാധിക്കും. അതുപോലെ നമുക്കിവിടെ ഒരു സ്പ്ലിറ്റ് സീറ്റാണ് വരുന്നത്. ഒരു 60 and 40 സ്പ്ലിറ്റ് സീറ്റ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. നമുക്കിനി വാഹനത്തിനകത്തോട്ട് കയറിയിട്ട് അകത്തെ വിശേഷം കൂടെ പെട്ടെന്നൊന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഈ വാഹനത്തിനകത്തോടൊന്ന് പെട്ടെന്ന് കയറാം. ഏതെല്ലാം ഡ്രൈവർ സൈഡിലെ ഡോർ തുറക്കുമ്പോഴത്തേക്കും നമുക്ക് ഈ കാണുന്ന സ്വിച്ചസ് ഒക്കെ നല്ല പരിചയമുള്ള സ്വിച്ചസ് ആണ്. അതായത് റൈറ്റ് സൈഡിലെ മിറർ, ലെഫ്റ്റ് സൈഡിലെ മിറർ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള സ്വിച്ചാണ് ഈ വരുന്നത്. നാവിഗേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിക്ക് ഇത് നമ്മുടെ മിറർ ഫോൾഡ് ചെയ്യാൻ വേണ്ടിയുള്ള സ്വിച്ച്, ലോക്ക് അൺലോക്ക്, വാഹനത്തിൻ്റെ ഡോർ ലോക്ക് അൺലോക്ക് സ്വിച്ച്, ഈ ഡോറിൻ്റെ ഗ്ലാസുകൾ ലോക്ക് ചെയ്യാൻ വേണ്ടിയുള്ള സ്വിച്ച്. അതുപോലെ തന്നെ ഡ്രൈവർ സൈഡിൽ ഓട്ടോ ഡൗൺ ആണ് നമുക്കിവിടെ കിട്ടുന്നത്, ഓട്ടോ അപ്പ് വരുന്നില്ല. അതുപോലെ തന്നെ ബാക്കി 3 സ്വിച്ചസും, അതായത് ബാക്കിയുള്ള 3 ഡോറിൻ്റെയും ഗ്ലാസ് താക്കാൻ വേണ്ടിയുള്ള സ്വിച്ച് നമുക്കിവിടെ അവൈലബിൾ ആണ്. ഇവിടെ ഒരു ഗ്രാബ് റെയിൽ അഥവാ ഡോർ ക്ലോസ് ചെയ്യാൻ വേണ്ടി പിടിച്ച് അടയ്ക്കാൻ വേണ്ടൊരു പോർഷൻ ഇവിടെ കാണുന്നുണ്ട്. പക്ഷേ ഇത് പെയിൻറ്റഡ് ആണ്, നോർമൽ പെയിൻറ്റഡ് ആണ്. നമുക്ക് വേണമെങ്കിൽ പെയിൻറ്റിൻ്റെ കളർ മാറ്റാൻ സാധിക്കും. പക്ഷേ ഇത് എനിക്ക് ഒരു സൈഡിലൊരു നെഗറ്റീവും കൂടി ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ഒരുപാട് തവണ പിടിച്ചൊക്കെ വരുമ്പോൾ ഈ പെയിൻറ്റിൻ്റെ ക്ലിയർ കോട്ട് പോയതിന് ശേഷം പെയിൻറ്റ് പോകാനുള്ള ചാൻസസ് കുറച്ച് കൂടുതലാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇതെൻ്റെ പേഴ്സണൽ സജഷനാണ്. അതുപോലെ തന്നെ ഇവിടെ ഈ വൈറ്റ് തീം
കുറച്ചൊരു ഓഡായി പോയതുപോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇഗ്നിസ് ഞാൻ ഈ പറഞ്ഞ പോലെ 2017 ഇറങ്ങിയ സമയത്ത് നമുക്ക് ആദ്യമൊക്കെ ടെസ്റ്റ് ഡ്രൈവിന് കിട്ടും. ഞാൻ മാരുതിയിലുണ്ടായിരുന്ന സമയത്തായിരുന്നു ഈ വാഹനം ഇറങ്ങുന്നത്. അപ്പം ഇതിൻ്റെയൊക്കെ ട്രെയിനിങ്ങിന് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് മാരുതിയുടെ ക്ലാസ്സിന് പോകുമ്പോഴൊക്കെ നമുക്ക് ചിന്തയെ വന്നൊരു കാര്യം ഇതാ, ഇതൊക്കെ എങ്ങനെ അവർ മെയിൻറ്റെയിൻ ചെയ്യും. സത്യസന്ധമായിട്ടുള്ളൊരു കാര്യം, കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കും കൈയൊക്കെ പിടിച്ച് ചെളിയാകാനുള്ള ചാൻസസ് കുറച്ച് കൂടുതൽ. അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരികയാണെങ്കിൽ നല്ല രീതിക്ക് നീറ്റാക്കി ക്ലീൻ ചെയ്ത് പോവുകയാണെങ്കിൽ അത്രയും പ്രശ്നം വരത്തില്ലെന്ന് ഞാൻ ഉറപ്പ് തരുന്നു. പക്ഷേ അതുപോലെ മെയിൻറ്റെയിൻ ചെയ്യാത്ത ആൾക്കാർ ഈ ഒരു വൈറ്റ് തീം എടുക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. വേറെ ഓപ്ഷൻ ഇല്ല, അതുകൊണ്ട് ഞാൻ എടുത്ത് പറയുകയാണ്. എന്തെങ്കിലും ആവട്ടെ, ഏതായാലും നമുക്ക് വാഹനത്തിനകത്തോട്ടൊന്ന് കയറാം. ഏതായാലും അകത്തോട്ട് കയറുന്ന സമയത്ത് ഡാഷ്ബോർഡിൻ്റെ തീമും ഏറെക്കുറെ അതുപോലെ തന്നെയാണ്. മേളിൽ ബ്ലാക്കും താഴെ വൈറ്റുമാണ് നമുക്ക് ഈ ഒരു പോർഷൻസിലെല്ലാം വരുന്നത്. നിങ്ങൾക്ക് കാണുമ്പോൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാകുന്ന ഒരു കാര്യമാണ്. ഡോർ പോക്കറ്റിനകത്ത് ഒരു 1 ലിറ്റർ ബോട്ടിൽ ഹോൾഡറും കൂടെ കാണാൻ സാധിക്കും. സൈഡിൽ എന്തെങ്കിലുമൊക്കെ വെക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. സ്പീക്കർ യൂണിറ്റ് കാണാൻ സാധിക്കും. ഒരു ട്യൂട്ടർ യൂണിറ്റ് ഇവിടെ മേളിൽ വരുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് മെയിനായിട്ട് ഡോറിൽ പറയാൻ പറ്റുന്നത്. അതുപോലെ ഒരു ക്രോം ഫിനിഷ് ഡോർ ഹാൻഡിൽസ് വരുന്നുണ്ട്. ലോക്ക് സ്വിച്ചും അവിടെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് വരുന്നുണ്ട്. ഇഗ്നിസ് ഏറ്റവും കൂടുതൽ എടുക്കാൻ സാധിക്കുന്ന, അല്ലെങ്കിൽ ആരെടുക്കണം എന്ന് എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറയും, ഒരു സിറ്റി ഡ്രൈവ് കൂടുതലുള്ള ആൾക്കാർക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിരിക്കും. കാരണം ഒരു കോമ്പാക്റ്റ് വാഹനമാണ്. എന്നാൽ പവറിൻ്റെ കാര്യത്തിൽ ഒരു രീതിക്കുള്ള കുറവോ കാര്യങ്ങളോ ഈ ഒരു വാഹനത്തിൽ നിന്ന് നമുക്ക് ഫീൽ ചെയ്യുന്നതല്ല. അത് ഈ വാഹനത്തിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് ആയിട്ട് ഞാൻ പറയും. കാരണം ചെറിയ വാഹനമാണ്, പക്ഷേ 1.2 ലിറ്റർ എഞ്ചിനാണ്. അതൊരു 4 സിലിണ്ടർ എഞ്ചിനാണ് നമുക്ക് ഈ ഒരു വാഹനത്തിൽ കിട്ടുന്നത്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്നത്. ഏതായാലും നമുക്ക് വാഹനത്തിനകത്തോട്ട് കയറാം. സ്റ്റിയറിങ്ങിൻ്റെ വീല് നമുക്ക് കാണാൻ സാധിക്കും. വീലിന് വേറെ പറയത്തക്ക പ്രത്യക്ഷത്തിൽ ഒരു മാറ്റം തന്നെ ഇല്ല. അതുപോലെ തന്നെ എല്ലാ ആസിറ്റീസും നമുക്ക് സ്ഥിരം കിട്ടുന്ന പോലെ തന്നെ നമ്മുടെ ഓഡിയോ കൺട്രോൾസ് എല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. റൈറ്റ് ലെഫ്റ്റ് ഇൻഫർമേഷന്, നമുക്ക് മ്യൂട്ട് സ്വിച്ച്, അതുപോലെ തന്നെ നമ്മുടെ ബ്ലൂടൂത്ത് കണക്ടിവിറ്റി, ഫോണിൻ്റെ കണക്ടിവിറ്റിയും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ വരുന്നുണ്ട്. നമുക്ക് സ്റ്റിയറിങ് ടിൽറ്റ് മാത്രമേ ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളൂ. കോമ്പിനേഷൻ സ്വിച്ച് നോക്കുകയാണെങ്കിൽ പാർക്ക് ലൈറ്റ്, ഹെഡ് ലൈറ്റ് ഓണ്, ഇത് ഫോഗ് ലാമ്പിൻ്റെ സ്വിച്ചാണ് നമുക്കിവിടെ അഡീഷണൽ ആയിട്ട് വരുന്നത്. അത് നല്ല രസമുണ്ട്. അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡ് നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ റിയർ വൈപ്പർ ഓണ്, റിയർ വാഷർ സ്പ്രേ ഓണ്. ഇത് നമ്മുടെ വൈപ്പേഴ്സ്, അതായത് ഫ്രണ്ട് വൈപ്പറിൻ്റെ ഓൺ ഓഫ് സ്വിച്ചുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇഗ്നിസിൽ മാത്രം കണ്ടുവരുന്ന ഒരു പ്രത്യേക തരം സ്വിച്ചാണ് നമുക്ക് ഈ സൈഡിൽ കൊടുത്തിരിക്കുന്നത്. അതായത് നമ്മുടെ ട്രിപ്പ് കൺട്രോൾ, ഇൻഫർമേഷൻ കൺട്രോൾ, അതൊക്കെ എങ്ങനെയാണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ലൈറ്റിൻ്റെ സെറ്റിങ്, ആദ്യം തന്നെ ഞാൻ ആ ലൈറ്റ് സെറ്റിംഗ് ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പോൾ ക്ലസ്റ്റർ മീറ്ററിൻ്റെ ലൈറ്റിൻ്റെ ബ്രൈറ്റ്നസ് നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. അതിൻ്റെ ലൈറ്റിൻ്റെ ബ്രൈറ്റ്നസ് കൂട്ടാനും കുറയ്ക്കാനുള്ള സ്വിച്ചാണ് നമുക്കിവിടെ കണ്ടത്. അതുപോലെ തന്നെ ഇനി ട്രിപ്പ് ഞാൻ പ്രസ് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് താഴെ കാണാം 380 എ വരുന്നത്, ബി വരുന്നത് 380. ടോട്ടൽ ഈ വാഹനം ഓടിയിരിക്കുന്ന കിലോമീറ്റർ 399 കിലോമീറ്ററാണ് ഇത് ഓടിയിരിക്കുന്നത്. ആവറേജ് ഫ്യൂൽ എഫിഷ്യൻസി വരുന്ന 17.8 കിലോമീറ്ററാണ്. ഇപ്പോൾ ന്യൂട്രൽ പൊസിഷനിലാണ് ഈ വാഹനമുള്ള. 2 ഘട്ട ഫ്യൂവൽ ഇപ്പോൾ അവൈലബിൾ ആണ്. ടൈമും ഔട്ട്സൈഡ് ടെമ്പറേച്ചറും വളരെ കൃത്യമായിട്ട് നമുക്ക് ഈ വാഹനത്തിൽ കാണാൻ സാധിക്കും. ഇതൊരു സ്പീഡോമീറ്ററും ഇതൊരു ടാക്കോമീറ്ററുമാണ് നമുക്കിവിടെ കൊടുത്തിരിക്കുന്നത്. ഇനി ഇവിടെ ഇൻഫർമേഷൻ പ്രസ് ചെയ്യുന്ന സമയത്ത് ഈ വാഹനത്തിലെ ഫ്യൂൽ കൊണ്ട് എത്ര കിലോമീറ്റർ ഓടുമെന്നാണ് റേഞ്ച് കൊടുത്തിരിക്കുന്നത്. ഒന്നുകൂടെ പ്രസ് ചെയ്താൽ ആവറേജ് കിലോമീറ്റർ സ്പീഡ് എത്രയാണെന്ന് കാണിക്കും. ഒരു 30 കിലോമീറ്റർ സ്പീഡിലാണ് ഇത് പോകുന്നത്. മൊത്തം ഈ വാഹനത്തിൻ്റെ ഡ്രൈവിംഗ് ടൈം, അതായത് മൊത്തം ഈ വാഹനം ഓടിയിരിക്കുന്നത് 12 മണിക്കൂർ 34 മിനിറ്റ് എന്നുള്ളൊരു കണക്കാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ക്ലസ്റ്റർ മീറ്ററിനകത്ത് ഒരു സെറ്റിംഗ് കൂടെ ഞാൻ കാണിച്ചു തരാം. നമുക്കിതിനകത്ത് ഇൻഫോ എന്നുള്ളൊരു ബട്ടൺ പ്രസ് ചെയ്ത് പിടിച്ചാൽ നമുക്ക് ഇങ്ങനെ ഒരു യൂണിറ്റ് ഇവിടെ വരും. ഇതിനകത്ത് നമുക്ക് താഴോട്ടും മേളിലോട്ടും മാറ്റാൻ വേണ്ടിയിട്ട് ഓപ്ഷൻസ് ഉണ്ട്. അതായത് ഡിസ്റ്റൻസ് യൂണിറ്റ് നമുക്ക് സെലക്ട് ചെയ്യാം. ഒന്നുകൂടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ കിലോമീറ്റർ വേണോ മൈൽസ് വേണോ, അപ്പം നമുക്കത് ബാക്ക് ചെയ്യാം. അതിനുശേഷം ഫ്യൂവൽ എക്കണോമി അതൊന്നുകൂടെ സെലക്ട് ചെയ്യാം. അതിൽ കിലോമീറ്റർ പെർ ലിറ്റർ വേണോ അതോ ലിറ്റർ പെർ 100 കിലോമീറ്റർ, അതായത് 100 കിലോമീറ്റർ ഓടാൻ എത്ര ലിറ്റർ വേണോ എന്നുള്ളത് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. MPG അത് US സ്റ്റാൻഡേർഡിൽ വേണ്ടിയിട്ടുള്ള അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇത് നമുക്ക് മാറ്റാം. ഇനി ലാംഗ്വേജ് മാറ്റണമെന്നുണ്ടെങ്കിൽ ലാംഗ്വേജ് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. ഫ്യൂവൽ റീസെറ്റ് ചെയ്യുന്ന ഏത് ഓപ്ഷനിൽ വേണം, ആഫ്റ്റർ റീഫില്ലിങ്, അതായത് ഫില്ലിങ് ചെയ്തതിന് ശേഷം മതിയോ അതോ വിത്ത് ട്രിപ്പ് വേണോ, ഏത് വേണം, ഇത് മാനുവലി വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാൻ സാധിക്കും. അത് നമുക്ക് ഇഷ്ടമുള്ള രീതിക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഒന്നുകൂടെ മാറ്റിയ ടെമ്പറേച്ചറിൻ്റെ ഇത് ഡിഗ്രി സെൽഷ്യസ് വേണോ ഫാരൻഹൈറ്റ് വേണോ എന്നുള്ളത് സെറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. സെറ്റ് സെൻസേഴ്സ്, അതായത് നോർമൽ മോഡ് വേണോ ട്രെയിലർ മോഡ് വേണോ, ഇങ്ങനൊരു മോഡ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ട്രെയിലർ മോഡ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വാഹനത്തിൻ്റെ ബാക്കിൽ എന്തെങ്കിലും കെട്ടി വലിച്ചുകൊണ്ടൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും സെൻസറിൻ്റെ ബീപ്പ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതും നമുക്ക് ബാക്ക് ചെയ്യാം. ഇനി ക്ലോക്ക് സെറ്റിങ്സ്, നമ്മുടെ സാധാരണ ക്ലോക്ക് സെറ്റിംഗ് ചെയ്യുമ്പോൾ അഡ്ജസ്റ്റ് ക്ലോക്ക് സെറ്റിംഗ് കൊടുക്കാം. ഇനി 12 hours വേണമെങ്കിൽ 12 hours, 24 hours വേണമെങ്കിൽ 24 hours കൊടുക്കാൻ സാധിക്കും. ഇനി ഡോർ ലോക്ക് എങ്ങനെ വേണമെന്നുള്ള, ഡോർ അൺലോക്ക് ചെയ്യുന്നത് എല്ലാ ഡോറും വേണോ ഡ്രൈവർ സൈഡിലെ ഡോർ മാത്രം മതി എന്നുണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കാം. ഇപ്പോൾ ലോക്ക് വരുന്ന മാനുവലി ലോക്ക് ചെയ്യണമെങ്കിൽ അങ്ങനെ സ്പീഡ് സിങ്ക്രണൈസ് ചെയ്തിട്ടാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഏകദേശം ഒരു 20 കിലോമീറ്റർ സ്പീഡ് ആകുമ്പോൾ വാഹനം തന്നെ ലോക്ക് ആകുന്നതായിരിക്കും. ഇനി അൺലോക്ക് ചെയ്യുന്നത് സിങ്ക്രോ ഓഫ് ആണ് കൊടുക്കുന്നത്. ഇഗ്നിഷൻ ഓഫ് ചെയ്യുമ്പോൾ
തന്നെ അൺലോക്ക് ആവണമെന്നുണ്ടെങ്കിൽ അത് കൊടുത്തിട്ടാൽ അങ്ങനെയും ചെയ്യാൻ സാധിക്കും. അതൊരു ഓപ്ഷനാണ്. പിന്നെ അലാറം ഓഫ് ഓൺ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഇതിപ്പോൾ ഓൺ ആണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഇങ്ങനത്തെ സെറ്റിങ്സ് കംപ്ലീറ്റ് നമുക്ക് ഇതിനകത്ത് ചെയ്യാൻ സാധിക്കും. കണ്ടാൽ കുഞ്ഞനാണെങ്കിലും അതിനകത്ത് ഒരുപാട് ഫീച്ചേഴ്സ് ഈ പറയുന്നൊരു ക്ലസ്റ്റർ യൂണിറ്റിലാണ് സെറ്റ് ചെയ്യുന്നത്. ഇനി നമുക്ക് ബാക്കി സൈഡിലോട്ട് നോക്കാം. നമുക്ക് ഇവിടെ ഒരു കുഞ്ഞ് AC വെൻ്റ് കാണുന്നുണ്ട്. ഇത് കോമൺ ആയിട്ട് നമ്മൾ മാരുതിയിൽ കണ്ടുവരുന്ന സെയിം AC വെൻ്റാണ്. അതുകൊണ്ട് ഇതിനെക്കുറിച്ച് പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല. താഴെ ഒരു എഞ്ചിൻ സ്റ്റാർട്ട് സ്റ്റോപ്പ് സ്വിച്ച് കാണാൻ സാധിക്കും. ഇവിടെ ഒരു ട്രാക്ഷൻ കൺട്രോൾ സ്വിച്ച് കാണാൻ സാധിക്കും. നമുക്ക് ഓഫ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓഫ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ഹെഡ്ലൈറ്റിൻ്റെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്ന ഒരു പൊസിഷൻ സ്വിച്ച് നമുക്ക് ഇവിടെ കാണാം. കഴിവതും 0 ഇടാൻ ശ്രമിക്കുക എന്ന് ഞാൻ എപ്പോഴും റെക്കമെൻഡ് ചെയ്യാറുണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് നേരെ സൈഡിലോട്ട് പോകുന്ന സമയത്ത് ഇവിടെ ഒരു AC വെൻ്റ് കാണാം. ഇതൊരു യുണീക്ക് ടൈപ്പ് ചെറിയൊരു മോഡലാണ് വരുന്നത്. ഇത് നല്ല രസമുണ്ട്. ഇതിൻ്റെ ഒരു ഡിസൈനും കൂടെ നിങ്ങൾ ശ്രദ്ധിച്ചോണം. ഈ ഒരു സൈഡിലത്തെ ഈ ഒരു ഡിസൈൻ ഒന്ന് ശ്രദ്ധിച്ചോണം. ഇവിടെയും വരുമ്പോഴത്തേക്കും അതൊന്ന് ഇൻ്റഗ്രേറ്റ് ചെയ്ത് വരുന്ന രീതിയാണ്. അതുപോലെ തന്നെ നമുക്ക് മാരുതിയിൽ വരുന്ന ഒരു 7 ഇഞ്ചിൻ്റെ ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം തന്നെയാണ് നമുക്കിവിടെ കിട്ടുന്നത്. ആൻഡ്രോയിഡ് ഓട്ടോയും ആപ്പിൾ കാർപ്ലേയും നമുക്കിവിടെ കിട്ടുന്ന മോഡൽ തന്നെയാണ്. ഏതായാലും ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ടെന്ന് ഞാൻ പറയത്തില്ല. എന്നാൽ അത്യാവശ്യം വാഹനത്തിൻ്റെ സെറ്റിങ്സും കാര്യങ്ങളൊക്കെ ഏറെക്കുറെയൊക്കെ കാണാൻ പറ്റുന്നത്, അതായത് ഡ്രൈവിങ്ങിൻ്റെ റേഞ്ച് കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. എന്തെങ്കിലും അലേർട്ട്സോ വാർണിംഗ്സോ വല്ലതൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ വരുന്നതായിരിക്കും. അതുപോലെ തന്നെ ഹിസ്റ്ററി എടുത്ത് നോക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് ഈ വാഹനം ഓരോ ട്രിപ്പിലും എത്ര ഫ്യൂൽ എഫിഷ്യൻസി വെച്ച് നമുക്ക് തന്നിട്ടുണ്ട് എന്നൊക്കെ ഉള്ളതിനെ കുറിച്ചൊരു ചെറിയൊരു ഐഡിയ കസ്റ്റമർക്ക് കിട്ടുന്നതായിരിക്കും. അതൊരു വലിയ അഡ്വാൻറ്റേജ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ നോർമൽ നമ്മുടെ FM AM കാര്യങ്ങളൊക്കെ നമുക്ക് അതുപോലെ കിട്ടുന്നുണ്ട്. താഴെ നമുക്ക് ഹസാർഡ് സ്വിച്ച് കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ ഒരു വാർണിംഗ് ലൈറ്റ് കാണാൻ സാധിക്കും. ഇത് വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ സെൻട്രൽ ലോക്കിൻ്റെ ലൈറ്റാണ് നമുക്കിവിടെ കൊടുക്കുന്നത്, അതായത് ആംഡ് ആണോ എന്ന് കാണിക്കാൻ വേണ്ടി. അതുപോലെ തന്നെ താഴെ വരുന്നത് നമുക്കൊരു മാനുവൽ AC യൂണിറ്റ് ആണ് വരുന്നത്. അതിനകത്ത് നമുക്ക് ഏത് പൊസിഷൻ വേണം, ഏത് സ്പീഡ് വേണം, AC ഓൺ ബട്ടൺ, ഡീഫോഗർ, റിയർ ഡീഫോഗറിൻ്റെ ബട്ടണാണ് വരുന്നത്. അതായത് റിയർ ഡീഫോഗർ ബട്ടൺ ഇവിടെ കാണാൻ സാധിക്കും. AC യുടെ ക്ലൈമറ്റ് കൺട്രോൾ, അതായത് ഏത് ടെമ്പറേച്ചർ സെറ്റ് ചെയ്യണം ആ ടെമ്പറേച്ചർ നമുക്ക് മാനുവലായിട്ട് സെറ്റ് ചെയ്യാൻ സാധിക്കും. ഇൻസൈഡ് ഔട്ട്സൈഡ് സർക്കുലേഷനും ഒരു 12 വോൾട്ട് ഔട്ട്, അത് 120 വാട്ട്സ് കിട്ടുന്നുണ്ട്. USB-യും ഓക്സിലറിയും നമുക്കിവിടെ കാണാൻ സാധിക്കും. താഴെ ഒരു ചെറിയൊരു പോക്കറ്റ് ഏരിയ നമുക്ക് കിട്ടുന്നുണ്ട്. അത്യാവശ്യം ഫോണൊക്കെ വെക്കാൻ സാധിക്കും. 2 കപ്പ് ഹോൾഡേഴ്സ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഉള്ള ഒരു AGS വാഹനമാണ് നമ്മുടെ കൂട്ടത്തിൽ ഇന്നിപ്പോൾ ഉള്ളത്. അതുകൊണ്ടാണ് നമുക്കൊരു ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ എന്ന് തന്നെ പറയാം. ഓട്ടോമാറ്റിക് അല്ല, ഓട്ടോമേറ്റഡ് ട്രാൻസ്മിഷനാണ് നമുക്ക് കിട്ടുന്നത്. ഹാൻഡ് ബ്രേക്കർ ലീവറും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇത് കഴിഞ്ഞാൽ തൊട്ട് മേളിലായിട്ട് നമുക്ക് ഡ്രൈവർ സൈഡിലെ സൺവൈസർ നോക്കിക്കഴിഞ്ഞാൽ ഒന്നും തന്നെ ഇല്ല. ഇവിടെ ഒരു ഓട്ടോ ഡിമ്മിങ് അല്ലാത്തൊരു മാനുവൽ മിറർ, അതായത് മാനുവലി ഡിമ്മിങ് ടൈപ്പ് മിറർ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. റൂഫ് ലൈറ്റ് സെയിം മാരുതിയുടെ എല്ലാ വാഹനത്തിനും ഫോളോ ചെയ്ത് വരുന്ന സെയിം പാറ്റേൺ തന്നെയാണ് കിട്ടുന്നത്. ഒരു മൈക്ക് ഇവിടെ വരുന്നുണ്ട്. ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റത്തിൻ്റെ മൈക്ക് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു ഹാലജൻ ലൈറ്റ് ആണ്. ഇത് മാറ്റി LED ആക്കാനേ ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്യത്തുള്ളൂ. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ഡ്രൈവർ സൈഡിലോട്ടൊന്ന് ഇരിക്കാം. ഏതായാലും ഇവിടെ ഇരിക്കുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്നൊരു കാര്യമുണ്ട്, ഗ്ലോ ബോക്സ് തുറക്കും. ഇത്രയും ധൈര്യമായിട്ട് ഞാൻ തുറക്കുന്നത് വേറെ ഒന്നും കൊണ്ടല്ല, മാരുതിയിൽ നിന്നൊരു വ്യക്തി ആയതുകൊണ്ട് അത്യാവശ്യം ഇതിൻ്റെ ഒരു ഐഡിയ ഉള്ളതുകൊണ്ട് തന്നെ തുറന്ന് കാലിലോട്ട് വീഴത്തില്ലെന്നൊരു ഉറപ്പുള്ളത്. അപ്പോൾ ഏതായാലും ഗ്ലോ ബോക്സ് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും മേളിലായിട്ട് തന്നെ ഒരു ചെറിയൊരു സ്റ്റോറേജ് ഇവിടെ വരുന്നുണ്ട്. അത് നല്ല രസമുണ്ട്. അതുപോലെ തന്നെ താഴെയും അത്യാവശ്യം വലിയ തെറ്റില്ലാത്തൊരു സ്പേസ് എന്നേ പറയാൻ പറ്റുള്ളൂ. ഒരു വലിയ സ്പേസ് ഒന്നും ഞാൻ പറയുന്നില്ല, കാരണം കുറേ സ്പേസ് ഇത് കൊണ്ടുപോയി. അതുകൊണ്ട് ആ ഒരു ഏരിയ കിട്ടുന്നുണ്ട്. ഇവിടെ അത്യാവശ്യം വല്ല പേനയോ വല്ലതൊക്കെ ഇടാൻ പറ്റുന്ന രീതിയല്ലാതെ വേറെ ഒന്നും വെക്കാൻ പറ്റില്ല. ഒരു ഫോൺ പോലും വെക്കാൻ പറ്റുന്നൊരു സ്പേസ് ഇല്ല എന്ന് തന്നെ പറയാൻ സാധിക്കും. ഒരു കുറ്റമായിട്ട് തന്നെ ഞാൻ പറയുന്നതാണ്. എയർ ബാഗ് വരുന്നത് ഇപ്പോഴും 2 എയർ ബാഗാണ് വരുന്നത്. അപ്പോൾ എനിക്ക് കിട്ടിയൊരു ഇൻഫർമേഷൻ പ്രകാരം പുതിയ മോഡൽ വരുന്നുണ്ട്, 6 എയർ ബാഗ് വരുന്നുണ്ട് എന്നുള്ളത് തന്നെയായിരുന്നു. പക്ഷേ ഇപ്പോഴും ഈ 2025-ലും 2 എയർ ബാഗ് വെച്ച് തന്നെയാണ് വരുന്നത്. എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ അറിയത്തില്ല. ഇതിൻ്റെ എഞ്ചിൻ ഓപ്ഷൻ ആണെങ്കിൽ പോലും K12M എന്ന് പറയുന്ന എഞ്ചിൻ മോഡലാണ് വരുന്നത്. നമ്മൾ നേരത്തെ സ്വിഫ്റ്റിനൊക്കെ വന്നുകൊണ്ടിരുന്ന പഴയ മോഡൽസിന് വന്നുകൊണ്ടിരുന്ന ടൈപ്പ് തന്നെയാണ്. ഡ്യുവൽ ഇഞ്ചക്ടർ കാര്യങ്ങളൊന്നും ഇതിൽ വന്നിട്ടില്ല. എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ അവരിപ്പോഴും ആ ഒരു എഞ്ചിൻ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുവരുന്നുണ്ട്. ഒരുപാട് ഡ്രോബാക്സുകളുണ്ട്, പക്ഷെ ഒരുപാട് ഗുണങ്ങളും ഉണ്ട്. അതും പറയാതിരിക്കാൻ പറ്റില്ല. അപ്പം ഗുണദോഷങ്ങൾ വെച്ച് ഈ വാഹനം ഇപ്പോഴും നല്ല രീതിക്ക് വിറ്റ് പോകുന്നുണ്ട്. ഇനി ഡ്രൈവർ സൈഡിലെ ഡോറ് നോക്കാനാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ബാക്കിയെല്ലാം നമ്മുടെ ഡ്രൈവർ സൈഡ് പോലെ തന്നെയാണ്. 1 ലിറ്ററിൻ്റെ ഒരു ബോട്ടിൽ വെക്കാൻ പറ്റുന്ന ഒരു പോക്കറ്റ് കാണാൻ സാധിക്കും. സൈഡിലും എന്തെങ്കിലുമൊക്കെ വെക്കാൻ പറ്റും. അതുപോലെ തന്നെ അത്യാവശ്യം കൈയൊക്കെ ഇവിടെ വെച്ച് യാത്ര ചെയ്യാൻ സാധിക്കും. പക്ഷേ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞൊരു ഡ്രോബാക്ക് ആണ് ഈ ഒരു കളറ്. ഇത്രയും പോർഷനിൽ ചെളി പിടിക്കാനുള്ള ചാൻസസ് ഭയങ്കര കൂടുതലാണ് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇതെൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായമാണ്. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതായത് ഈ വാഹനം യൂസ് ചെയ്യുന്ന ആൾക്കാർ ഈ ഒരു കളറിനോട് എത്രത്തോളം നിങ്ങൾക്ക് ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ടെന്നുള്ള കാര്യം കൂടെ എനിക്കൊന്ന് അറിയണം. ഏതായാലും നമുക്ക് വാഹനത്തിൻ്റെ പുറകിലിട്ടൊന്ന് ഇരിക്കുന്നതിന് മുമ്പായിട്ട് ഇവിടെ മിററുണ്ട്. എൻ്റെ തലമുടിയൊക്കെ ഒന്ന് നോക്കി സെറ്റ് ചെയ്ത് വെച്ചും പോവാം. യെസ്, അപ്പം കിടുവല്ലേ. അപ്പം ഞാൻ ഏതായാലും ഒന്ന് അടിപൊളിയായി. ഇനി നമുക്ക് ബാക്കിലോട്ടൊന്ന് കയറിയിരിക്കാം. യെസ്, അങ്ങനെ നമ്മുടെ ബാക്കിലത്തെ സീറ്റിലോട്ട് ഞാൻ വന്നിരുന്നത്. ഏതായാലും ഫ്രണ്ടിൽ ഡ്രൈവർ സൈഡിലെ സീറ്റിൻ്റെ പുറകിലത്തെ സീറ്റിലോട്ടാണ് ഞാനിപ്പോൾ വന്നിരുന്നത്. ഈ സീറ്റ് ഇട്ടിരുന്ന പൊസിഷൻ നിങ്ങൾക്കറിയാം എത്ര കൃത്യമായിട്ടാണ് ഞാൻ എത്ര ഇട്ടിരുന്നതെന്നുള്ള. കാല് നല്ല നീട്ടി വെക്കാൻ പറ്റുന്ന രീതിയാണ്. ഗ്ലോ ബോക്സ് തുറന്നാൽ പോലും എൻ്റെ കാലിലോട്ട് തട്ടത്തില്ല. അപ്പോൾ നിങ്ങൾക്കറിയാം എത്രത്തോളം ഇത് ബാക്കിലോട്ടാണ് നിൽക്കുന്നത്. ഇത്രയും രീതിക്ക് വെച്ചിട്ട് പോലും എനിക്ക് നല്ല രീതിക്ക്
കാല് വെക്കാനുള്ള ഇടയുണ്ട്. അതായത് വാഹനത്തിന് അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആണ്, അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആണ്. അതുപോലെ തന്നെ തൈ സപ്പോർട്ട് ഒരു ഓക്കെ ഫീൽ എന്ന് ഞാൻ പറയത്തുള്ളൂ, ഒരു ഗുമ്മെന്ന് പറയാനില്ല, പക്ഷേ ഒട്ടും തന്നെ കുറവുമില്ല. എന്നാൽ ഒന്ന് പിടിച്ചൊന്ന് പൊക്കിയൊക്കെ വെക്കാമെന്നുണ്ടെങ്കിൽ ഇച്ചിരി സുഖം ഉണ്ടായിരിക്കും എന്ന് വിചാരിച്ചുകൊണ്ട് ഇച്ചിരി കുറവാന്ന് പറഞ്ഞാൽ, പക്ഷേ സംഗതി അടിപൊളി തന്നെയാണ്. അതുപോലെ തന്നെ എനിക്ക് ഡോർ പോക്കറ്റ് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു കാര്യമാണ്. കാരണം ഒറ്റ ബോട്ടിൽ വെച്ചാൽ മതി, കൂടുതലൊന്നും വെക്കേണ്ട, പിന്നെ ഇത് കിടന്ന് ഓടി നടക്കുമോ ഒന്നും പേടിക്കേണ്ട, കറക്റ്റ് അതിൽ കൊള്ളുന്ന സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇരുന്നോളും, അല്ലെങ്കിൽ ഓടി നടക്കും. ഇതാണ് ഉദ്ദേശിക്കുന്നത്. ഒരു ചെറിയൊരു സ്കൂപ്പ് ഫീലിംഗ് നമുക്കിവിടെ കിട്ടുന്നുണ്ട് ചെറിയ രീതിക്ക്. അതുപോലെ തന്നെ മാഗസിൻ ഹോൾഡേഴ്സ് ഉണ്ട്, അത് ഈ ഒരു സൈഡിൽ ഇരിക്കുന്ന ആൾക്ക് മാത്രം കിട്ടത്തുള്ളൂ, ഡ്രൈവർ സൈഡിൻ്റെ പുറകെ ഇരിക്കുന്ന ആൾക്ക് അത് കിട്ടത്തില്ല. അതൊരു നെഗറ്റീവ് സൈഡായിട്ട് ആയില്ലേ എന്നൊരു സംശയം എനിക്ക് തോന്നി. ഓക്കെ, വോട്ട് എവർ ഇറ്റ് ഈസ്, കുഴപ്പമില്ല. സീറ്റിങ്ങിൻ്റെ കാര്യം പറയാനാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ഹെഡ് റെസ്റ്റ് നമുക്ക് കിട്ടുന്നുണ്ട്, കിടുവാണ്. ഈ ബാക്കിൽ 2 പേര് മാത്രം ഇരുന്നാൽ മതി എന്നാണ് മാരുതി പറയുന്നത്. മൂന്നാമത്തെ ഒരാൾ ഇരിക്കേണ്ട കാര്യമില്ല, കാരണം അവന് തലയില്ലാത്ത രീതിയാണ് കൊടുത്തിരിക്കുന്നത്. ചുമ്മാ ജസ്റ്റ് തമാശയ്ക്ക് പറഞ്ഞാൽ. ഏതായാലും ഇവിടെ ഒരു ഹെഡ് റെസ്റ്റ് മിസ്സിംഗ് ആണെന്ന് തോന്നുന്നുണ്ട്. സെൻട്രൽ പോർഷൻ നോക്കുകയാണെങ്കിൽ കംഫോർട്ടിന് പ്രശ്നമില്ല, കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു ആംറസ്റ്റ് വരാത്തതുകൊണ്ട് തന്നെ സീറ്റിങ് കിടുവാണ്. ഇനി എത്ര പേര് ശ്രദ്ധിച്ചു എന്ന് എനിക്കറിയത്തില്ല, ശ്രദ്ധിച്ചവർ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഞാൻ ആദ്യം തന്നെ മീറ്റർ കൺസോൾ കാണിച്ച സമയത്ത് ക്ലസ്റ്റർ മീറ്ററിനകത്ത് ഒരു സീറ്റ് ബെൽറ്റിൻ്റെ വാർണിംഗ് ലൈറ്റ് മാത്രം കൊടുത്തിട്ടുണ്ടായിരുന്നു. എത്ര പേര് കണ്ടെന്ന് എനിക്കറിയില്ല, കാരണം ബാക്കിയുള്ള സീറ്റ് ബെൽറ്റുകളെല്ലാം എൻഗേജ്ഡ് ആണ്, ഈ ഒരു സീറ്റ് ബെൽറ്റ് മാത്രം എൻഗേജ്ഡ് അല്ല. അതുകൊണ്ടാണ് അവിടെ ലൈറ്റ് കാണിച്ച് ഞാൻ ഫ്രണ്ടിലോട്ട് വരുമ്പോൾ ഒന്നുകൂടെ കാണിച്ചു തരാം, നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി. അതുപോലെ തന്നെ ഇവിടെ ഒരു കപ്പ് ഹോൾഡർ വരുന്നുണ്ട്. വേറെ ചാർജിങ് പോർട്ടോ കാര്യങ്ങളൊന്നും ഇവിടെ ഇല്ല, കാരണം ഇതിൻ്റെ ആവശ്യമില്ലെന്നാണ് പറയുന്നത്. ഫ്രണ്ടിൽ വേണമെങ്കിൽ ആവശ്യമുണ്ടെങ്കിൽ ചാർജ് ചെയ്താൽ മതി എന്നുള്ള രീതിയിലാണ് കമ്പനി പറഞ്ഞിരിക്കുന്നത്. ഓട്ടോറിറ്റീസ് നമുക്ക് പോട്ടെ. ബാക്കിലത്തെ ഡോർ ഓപ്പൺ ചെയ്ത് അത്യാവശ്യം നല്ല വൈഡ് ഓപ്പൺ ഡോറാണ്. നമുക്ക് സുഖമായിട്ട് വാഹനത്തിനകത്തോട്ട് കയറാനും സുഖമായിട്ട് ഇറങ്ങാനും, അതായത് നല്ല ഫ്രീ ആയിട്ട് ഇറങ്ങാനും സാധിക്കും. പ്രത്യേകിച്ച് ഇതൊരു ടോൾ ബോയ് ഡിസൈൻ എന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും. ഏകദേശം ഹൈറ്റ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും, അതുകൊണ്ട് കുനിഞ്ഞ് കയറുകയോ കാര്യങ്ങളൊന്നും ആവശ്യമില്ല. ഡയറക്റ്റ് സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ എനിക്ക് കയറാൻ സാധിക്കും. തല മുട്ടുകയോ കാര്യങ്ങളൊന്നും പേടിക്കേണ്ട, കാരണം നിങ്ങൾക്ക് ഇപ്പോൾ ഈ ഒരു ഹൈറ്റ് വളരെ കൃത്യമായിട്ട് മനസ്സിലാവുന്നത്. അതുപോലെ തന്നെ സീറ്റ് ബെൽറ്റ് കിടന്ന് ഒച്ച ഉണ്ടാക്കാതിരിക്കും, നല്ല ഫ്രീ ആയിട്ട് ഇതിനകത്തോട്ട് കയറ്റി വെച്ച് സൈഡിലോട്ട് നമുക്കൊന്ന് ലോക്ക് ചെയ്തിടാൻ സാധിക്കും. ഇനി ഈ വാഹനത്തിൻ്റെ എഞ്ചിൻ റൂം നമുക്കൊന്ന് കണ്ടു നോക്കാം. എഞ്ചിൻ റൂമിൻ്റെ കുറച്ച് വിശേഷങ്ങളോട് നമുക്ക് പ്രത്യേകിച്ച് ഷെയർ ചെയ്യാനുണ്ട്. വാ, യെസ്, അങ്ങനെ നമ്മുടെ വാഹനത്തിൻ്റെ ഹൃദയഭാഗം നമുക്കൊന്ന് ജസ്റ്റ് കാണാം. ഏതായാലും ഈ വാഹനത്തിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത്രയും ചെറിയ കോമ്പാക്റ്റ് ഒരു വാഹനമായിട്ട് പോലും ഇതിനൊരു 4 സിലിണ്ടർ എഞ്ചിനാണ് വരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മാരുതിയുടെ K12M എന്ന് പറയുന്ന മോഡൽ എഞ്ചിനാണ് നമുക്കിവിടെ കിട്ടുന്നത്. അതിനുശേഷം സ്വിഫ്റ്റിനൊക്കെ ഇറങ്ങിയത് K12N എന്ന് പറഞ്ഞ മോഡലാണ്. അതിലാണ് ഡ്യുവൽ ജെറ്റും കാര്യങ്ങളൊക്കെ വരുന്നത്. ഞാൻ മിക്ക വീഡിയോസിലും പറഞ്ഞ് അല്ലെങ്കിൽ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുള്ളതാണ് 2 ഇഞ്ചക്ടേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നത്, ഡ്യുവൽ VVT ഒക്കെ വരുന്ന മോഡൽ. ഇതിലും ഡ്യുവൽ VVT ഉണ്ട്, പക്ഷേ നമുക്കിവിടെ വരുന്നൊരു കുഴപ്പമെന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു സിംഗിൾ ഇഞ്ചക്ടേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ M സീരീസ് എഞ്ചിൻ എന്ന് പറയുന്നതിൻ്റെ കാര്യം, ഇതിൽ 1, 2, 3, 4 സിലിണ്ടറാണ് വരുന്നത്. അതായത് 1.2 ലിറ്റർ 4 സിലിണ്ടർ നാച്ചുറലി ആസ്പിറേറ്റഡ് എഞ്ചിനാണ് നമുക്ക് ഈ ഒരു മോഡലിൽ കിട്ടുന്നത്. അപ്പോൾ ഇതിനകത്ത് എനിക്ക് മെയിനായിട്ട് പറയാനുള്ളൊരു കാര്യം, പവർ വൈസ് വെച്ച് നോക്കുകയാണെങ്കിലും വൈബ്രേഷൻ വൈസ് വെച്ചൊക്കെ നോക്കുകയാണെങ്കിൽ വളരെ കുറവാണ്. വൈബ്രേഷൻ കുറവാണ്, പവർ കുറവാണെന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. പറഞ്ഞു വന്നപ്പോൾ ആ ഫ്ലോയിൽ അങ്ങ് പോയതാണ്. നല്ല രീതിക്ക് 83 bhp പവറും 113 Nm ടോർക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു എഞ്ചിനാണ് നമുക്കിവിടെ കിട്ടുന്നത്. ഏതായാലും സംഗതി നല്ല അടിപൊളി ഒരു എഞ്ചിൻ തന്നെയാണ്. കാരണം ആ ഒരു റേഞ്ചിൽ അന്നത്തെ സ്വിഫ്റ്റിനും കാര്യങ്ങളൊക്കെ ഓടിക്കൊണ്ടിരുന്ന സെയിം എഞ്ചിനാണ് ഈ ഒരു ഇഗ്നിസിന് വരുന്നത്. ഇപ്പോഴും ഒരു മാറ്റമോ കാര്യങ്ങളോ വരുത്തിയിട്ടില്ല. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്നെങ്കിൽ ഈ വാഹനം നിർത്തുമായിരിക്കും, പക്ഷേ നിർത്താനുള്ള 1 ലക്ഷവും കാണുന്നില്ല. അല്ലെങ്കിൽ അപ്ഗ്രേഡ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു എഞ്ചിൻ അവർ സേഫ് ചെയ്ത് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നതാണ് എനിക്ക് തോന്നുന്നു. ഇത് രണ്ടും എൻ്റെ അഭിപ്രായമാണ്. ഇതിലേതാണെന്നുള്ളത് നമുക്ക് മുമ്പോട്ട് ഏതായാലും കാണാൻ സാധിക്കും. ഏതായാലും ഇത്രയും ചെറിയൊരു വാഹനത്തിന് ഈ ഒരു എഞ്ചിൻ വെച്ച് വരുന്നത് ഏറ്റവും വലിയൊരു ഗുണമാണ്. കാരണം സിറ്റീസിലും പവർ കുറവില്ല, ഹൈ റേഞ്ചസും ഒക്കെ കയറുകയാണെങ്കിൽ ഒരു ബുദ്ധിമുട്ട് വരത്തില്ല. ഇനി ഒരു ലോങ് ഡ്രൈവ് പോകാണ്ട് നിങ്ങൾക്ക് നല്ല കംഫർട്ടബിളായിട്ട് ഡ്രൈവ് ചെയ്യാൻ സാധിക്കുന്നൊരു വാഹനം തന്നെയാണ്. അത്യാവശ്യം നമുക്ക് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് കാണാം. സൈറൻ കാണാൻ സാധിക്കും, നമ്മുടെ സെൻട്രൽ ലോക്കിൻ്റെ സൈറൻ, എഞ്ചിൻ മൗണ്ടിങ്സും കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും. ഇവിടെയൊക്കെ അതേ ഓരോ ഇഞ്ചക്ടേഴ്സാണ് നമ്മൾ ഈ കാണുന്നത്. 1, 2, 3, 4 ഇഞ്ചക്ടേഴ്സ് നമുക്കിവിടെ വരുന്നുണ്ട്. ഇഗ്നൈറ്റേഴ്സ് ഞാൻ കാണിച്ചു തന്നായിരുന്നു. ഇതൊരു BS6 വാഹനം തന്നെയാണ് നമുക്കിവിടെ കിട്ടുന്നത്. ഇതൊരു AMT വാഹനമാണ്, അഥവാ AGS ആണ്, ഓട്ടോ ഗിയർ ഷിഫ്റ്റ് വരുന്ന വാഹനമാണ് നമുക്കിവിടെ കിട്ടുന്നത്. അതിൻ്റെ യൂണിറ്റ്സ് ആണ് നമുക്ക് ഈ ഗിയർ ബോക്സിൻ്റെ തൊട്ട് മേളിലായിട്ട് കാണാൻ സാധിക്കുന്നത്. ഇതിൻ്റെ തൊട്ട് താഴെ വരുന്നതാണ് ഗിയർ ബോക്സ് എന്ന് പറയുന്ന യൂണിറ്റ്. ഇവിടെ നമുക്ക് ഫ്യൂസ് കേസ് എല്ലാം കാണാൻ സാധിക്കും. അത്യാവശ്യം മെയിൻ ഫ്യൂസസ് ഒക്കെയാണ് ഇവിടെ വരുന്നത്, അല്ലാത്തതെല്ലാം വാഹനത്തിനകത്താണ് വരുന്നത്. നമുക്ക് ECM യൂണിറ്റും ഇവിടെ കാണാൻ സാധിക്കും. നമുക്കിവിടെ കിട്ടുന്ന ഒരു 5 സ്പീഡ് ഓട്ടോമേറ്റഡ് മാനുവൽ ട്രാൻസ്മിഷൻ വാഹനമാണ് നമുക്കിവിടെ കിട്ടുന്നത്. അതായത് ഗിയർ ബോക്സ് വൈസിന് വ്യത്യാസം ഒന്നുമില്ല. അതായത് മാനുവൽ ട്രാൻസ്മിഷൻ ഒരു 5 സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷനാണ് കിട്ടുന്നത്. AMT വരുന്ന സമയത്ത് ഈ കൈ കൊണ്ട് നമ്മൾ ഗിയർ ഷിഫ്റ്റ് ചെയ്യുന്നതിന് പകരം ആ ഗിയേഴ്സ് എല്ലാം ഒരു യൂണിറ്റ് വെച്ച് ഷിഫ്റ്റ് ചെയ്യുന്നു എന്നല്ലാതെ വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല. അതുകൊണ്ട് തന്നെയാണ് ഒരു മാനുവലിനാണെങ്കിലും ഓട്ടോമേറ്റഡ് AMT വാഹനത്തിനാണെങ്കിലും നമുക്ക് ഫ്യൂൽ എഫിഷ്യൻസിക്ക് വ്യത്യാസമോ കാര്യങ്ങളൊന്നും വരാത്ത. അതായത് ഒരു നോർമൽ ഓട്ടോമാറ്റിക് വാഹനം അഥവാ ഒരു CVT വാഹനമൊക്കെയാണെങ്കിൽ നിങ്ങൾക്കറിയാം മൈലേജിന് നല്ല രീതിക്ക് ഡ്രോപ്പ് വരും. എന്നാൽ ഇവിടെ മൈലേജ് ഡ്രോപ്പ് വരാത്തതിൻ്റെ പ്രധാന കാര്യങ്ങളിൽ ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ നമുക്ക് വരുന്ന ഒരു മാനുവൽ ട്രാൻസ്മിഷൻ തന്നെയാണ്. ഓട്ടോ
ഓട്ടോമേറ്റഡ് മാനുവൽ ട്രാൻസ്മിഷൻ അഥവാ ഓട്ടോ ഗിയർ ഷിഫ്റ്റ് എന്ന് പറയുന്നൊരു വേരിയൻ്റ് ഇവിടെ വരുന്നതിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് ഫ്യൂൽ എഫിഷ്യൻസി തന്നെയാണ്. കംപ്ലയിൻസും വളരെ കുറവായിരിക്കും. കാരണം എന്താണെന്ന് പറഞ്ഞാൽ യൂണിറ്റിൻ്റെ കാര്യങ്ങളൊക്കെ വരാൻ ചാൻസ് ഉള്ളൂ. മര്യാദയ്ക്ക് ഓടിക്കുകയാണെങ്കിൽ ഇതിൻ്റെ ക്ലച്ച് ലൈഫൊക്കെ നമുക്ക് 1 ലക്ഷത്തിന് മേളിൽ കിട്ടുന്നതായിരിക്കും. അതായത് ഈ വാഹനത്തിൽ ക്ലച്ച് ഉണ്ട്, AMT അഥവാ ഏജസ് ആണെന്ന് പറഞ്ഞിട്ട് ക്ലച്ച് ഇല്ലെന്നല്ല, ക്ലച്ചുള്ള സെയിം മാനുവൽ ട്രാൻസ്മിഷൻ തന്നെയാണ് നമുക്കിവിടെ കിട്ടുന്നത്. ഇഗ്നിസിൻ്റെ കീ ഫോബ് കണ്ടു മറന്ന സെയിം രീതി തന്നെയാണ്, ഒരു മാറ്റവും ഇല്ല. ബാക്കിൽ ഒരു സുസുക്കിയുടെ ലോഗോ, അതിൻ്റെ പുറത്തൊരു ക്ലിയർ കോട്ട് പോലെ വരുന്നുണ്ട്. ഇത് ഏറ്റവും കൂടുതൽ സ്ക്രാച്ച് വരുന്ന ഒരു മെറ്റീരിയലാണ് ഇവിടെ വരുന്നത്. അത് മാത്രമേ എനിക്കൊരു നെഗറ്റീവ് സൈഡ് പറയാനുള്ളൂ. അതുപോലെ തന്നെ നമുക്കൊരു മാനുവൽ കീ ഇവിടെ അവൈലബിൾ ആണ്. ലോക്ക്, അൺലോക്ക്, ഈ ഒരു 2 ഓപ്ഷൻസ് മാത്രം പ്രൊവൈഡ് ചെയ്തിട്ടുള്ളൂ. വളരെ സിമ്പിളായിട്ടൊരു കീ ഫോബ്, ദാറ്റ്സ് ഓൾ. അതുപോലെ തന്നെ സീറ്റിൻ്റെ കംഫോർട്ടിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഒരു രക്ഷയില്ല. ഒന്നാമത്തെ കാര്യം ഇതൊരു ഫാബ്രിക് മെറ്റീരിയലാണ്. രണ്ടാമത്തെ കാര്യം ഇതിൻ്റെ ബോൾസ്റ്റേഴ്സൊക്കെ നല്ല പക്കയാണ്. നമ്മൾ ശരിക്കും പിടിച്ചിരുത്തുന്ന ഒരു ഫീലാണ്. തൈ സപ്പോർട്ടിൻ്റെ കാര്യം പറയാനാണെങ്കിൽ മോശമല്ലാത്ത അല്ലെങ്കിൽ നല്ലൊരു അടിപൊളി തൈ സപ്പോർട്ട് തന്നെ നമുക്കിവിടെ പറയാൻ സാധിക്കും. ആ ഒരു രീതിക്കാണ് നമ്മുടെ ഇഗ്നിസിൻ്റെ സീറ്റിംഗ് വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിനി ഒരു ഡ്രൈവ് നോക്കിയാലോ. ഇഗ്നിസ് ഇപ്പം എൻ്റെ കയ്യിലുള്ള ഏജസ് വാഹനമാണ്. ഏജസ് വാഹനത്തിൽ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇതിൽ ഹിൽ ഹോൾഡ് അസിസ്റ്റ് വരുന്നുണ്ട്. അസിസ്റ്റ് മാത്രമാണ് വരുന്നത്, ഹിൽ ഹോൾഡ് കൺട്രോളോ കാര്യങ്ങളോ ഒന്നുമല്ല. അപ്പോൾ അസിസ്റ്റ് ആയതുകൊണ്ട് തന്നെ നമുക്കറിയാം 3 സെക്കൻഡ് നമ്മൾ ഏതൊരു കയറ്റത്തിൽ ചെന്ന് ബ്രേക്ക് ചെയ്ത് നിർത്തിയാലും നിൽക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഒരു ഏജസിൻ്റെ ഡ്രൈവ് മോഡുകളാണ്. റിവേഴ്സ്, ന്യൂട്രൽ, ഡ്രൈവ്, അതുപോലെ തന്നെ മാനുവൽ മോഡ് നമുക്കിവിടെ അവൈലബിൾ ആണ്. ഈ മാനുവൽ മോഡിൻ്റെ ഒരു അഡ്വാൻറ്റേജ് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം ഒരു സ്റ്റീപ്പൊക്കെ കയറുന്ന സമയത്ത്, ഒരു കയറ്റം കയറുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മാനുവൽ മോഡിലോട്ട് മാറ്റാൻ സാധിക്കും. അതിനുശേഷം ഇത് താഴോട്ടാക്കി കഴിഞ്ഞാൽ ഇത് പ്ലസ് മോഡാണ്. അതായത് ഗിയേഴ്സ് അപ്പ് ചെയ്യാനും മേളിലോട്ടാക്കി കഴിഞ്ഞാൽ ഡൗൺ ചെയ്യാനുമാണ് ചെയ്യുന്നത്. അപ്പോൾ ശരിക്കും നമുക്കിത് ഡൗൺ ചെയ്യുന്നതിൻ്റെ ഒരു പർപ്പസ് ഈ വാഹനത്തിൽ വരുന്നില്ല. കാരണം ഡൗൺ ചെയ്യുന്ന പർപ്പസ് വളരെ ചുരുക്കമേ വരത്തുള്ളൂ. കൂടുതലും നമുക്ക് അപ്പ് ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടായിരിക്കും. അതായത് ഒരു കയറ്റം കയറിക്കൊണ്ടിരിക്കുമ്പോൾ സെക്കൻഡ് ഗിയറിൽ നിന്ന് തേർഡ് ഗിയറിലോട്ടാകുന്ന ഒരു RPM ആയിട്ടുണ്ടെങ്കിലും വാഹനം ചിലപ്പോൾ ഷിഫ്റ്റായെന്ന് വരത്തില്ല. കാരണം വേറൊന്നുമല്ല, നമ്മൾ അത്രത്തോളം ആക്സിലറേറ്റർ കൊടുക്കണമെന്നില്ല. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ ഈ പറയുന്ന മോഡിലോട്ട്, അതായത് മോഡിലോട്ട് മാറ്റുക. അതിനുശേഷം ഒന്ന് മൈനസിലോട്ടാക്കി കഴിഞ്ഞാൽ ഇത് നേരെ ഡൗൺ ഷിഫ്റ്റ് ചെയ്യും. അതായത് സെക്കൻഡ് എങ്കിൽ സെക്കൻഡ്, ഫസ്റ്റ് എങ്കിൽ ഫസ്റ്റ് ഡൗൺ ഷിഫ്റ്റ് ചെയ്യും. അങ്ങനെ ഡൗൺ ഷിഫ്റ്റ് ചെയ്ത് നമുക്ക് വളരെ സ്മൂത്തായിട്ട് ഡ്രൈവ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. പിന്നെ പൊതുവേ ഈ വാഹനത്തിനെക്കുറിച്ച് അഥവാ ഒരു AMT വാഹനത്തിനെക്കുറിച്ച് എല്ലാവരും എൻ്റെ ലാഗ് പറയാറുണ്ട്, ഗിയർ ഷിഫ്റ്റിങ്ങിൽ വരുന്ന ലാഗ്. എനിക്ക് ശരിക്കും അങ്ങനെ ഒരു ലാഗ് പറയാൻ പറ്റാത്തതിൻ്റെ കാര്യം, ഇതിൻ്റെ പ്രോപ്പർ ഡ്രൈവിംഗ് രീതി നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ ആ ലാഗ് വരാത്ത രീതിയിൽ തന്നെ നിങ്ങൾക്ക് ഡ്രൈവ് ചെയ്യാൻ സാധിക്കും. ഇപ്പം ഞാനൊരു കയറ്റത്തിലാണ് നിർത്തിയിട്ടിരിക്കുന്നത്. ഞാൻ ബ്രേക്ക് ചെയ്തു. ഇപ്പം ഞാൻ ബ്രേക്ക് ചെയ്ത് നിർത്തിയേക്കാണ്, നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഞാൻ ബ്രേക്ക് ചെയ്തു. ഇനി ബ്രേക്ക് ചെയ്യുന്ന കാലെടുത്ത് 1, 2 and 3 3 സെക്കൻഡ് കഴിഞ്ഞാൽ ഈ വാഹനം പുറകോട്ട് പോയി. അതായത് 3 സെക്കൻഡ് നമുക്ക് കിട്ടും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹിൽ ഹോൾഡ് അസിസ്റ്റ് എന്ന് പറയുന്നൊരു ഫീച്ചർ ഉള്ളതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ഒരു കാര്യം ഇവിടെ കിട്ടുന്നത്. അതൊരു നല്ലൊരു പോയിൻ്റാണ്. പിന്നെ ഡ്രൈവിങ്ങിനെ കുറിച്ച് പറയാനാണെങ്കിൽ 1.2 ലിറ്റർ എഞ്ചിൻ 4 സിലിണ്ടർ വരുന്നുള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഒരു രീതിക്കുള്ള വൈബ്രേഷൻസോ കാര്യങ്ങളോ നമുക്ക് അങ്ങനെ ഫീൽ ചെയ്യത്തില്ല. അതായത് ഒരു 3 സിലിണ്ടർ വാഹനം വെച്ചാണ് ഞാനിപ്പോൾ ഈ കമ്പയർ ചെയ്യുന്നത്. അത് നിങ്ങൾ ഒന്ന് ഓർത്തോണം. കാരണം ഒരു 3 സിലിണ്ടർ വാഹനത്തിൽ നമുക്ക് കിട്ടുന്ന ഒരു വൈബ്രേഷനും ഒരു കാരണവശാലും 4 സിലിണ്ടർ വാഹനത്തിൽ ഫീൽ ചെയ്യത്തില്ല. അതുപോലെ തന്നെ സസ്പെൻഷൻ സൈഡ് നോക്കുകയാണെങ്കിൽ കുറച്ചൊരു സ്റ്റിഫർ സൈഡായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അത്രയും സോഫ്റ്റ് സസ്പെൻഷനാണെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. അതൊരു പോയിൻ്റാണ്. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കണം. പിന്നെ ഡ്രൈവിംഗ് കംഫോർട്ട് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൽ ശരിക്കും ഡ്രൈവിംഗ് കംഫോർട്ട് നല്ല ഇതാണെന്ന് തന്നെ പറയാൻ സാധിക്കും. കാരണം ഫ്രണ്ടേജ് ആണെങ്കിലും നല്ല രീതിക്ക് കണ്ടു ഓടിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഇതിന് ഹുഡ് ഏരിയ വളരെ കുറവാണ്. ആർക്കും വളരെ സിമ്പിളായിട്ട് തന്നെ മാനേജ് ചെയ്ത് ഓടിക്കാൻ സാധിക്കുന്ന ഒരു വാഹനമാണെന്ന് ഞാൻ ഉറപ്പിച്ച് പറഞ്ഞു. പ്രത്യേകിച്ച് ലേഡീസിനൊക്കെ ഓടിക്കാനാണെങ്കിലും കുറേ കൂടെ കംഫർട്ടബിളായിട്ട് കൊണ്ട് നടക്കാൻ സാധിക്കും. ലേഡീസിന് മാത്രം ഞാൻ പറഞ്ഞതല്ല, എല്ലാവർക്കും വളരെ സിമ്പിളായിട്ട് ഓടിക്കാൻ സാധിക്കും. അതായത് പുതുതായിട്ട് വാഹനം ഓടിക്കാൻ പഠിക്കുന്ന വ്യക്തികൾക്കാണെങ്കിലും, കാരണം പവർ വൈസ് വെച്ചാണെങ്കിലും ഞാനത് ഏറ്റവും കൂടുതൽ എടുത്ത് പറയുന്നൊരു കാര്യമാണ്. 4 സിലിണ്ടറും കൂടെയാണ്, നല്ല പവർ ഔട്ട്പുട്ടും കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ധൈര്യമായിട്ട് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനം തന്നെയാണ്. ഒരുപാട് പേര് ഇഗ്നിസ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏതായാലും നിങ്ങളെല്ലാം പറഞ്ഞു പോലെ ഞാൻ ഇഗ്നിസ് വാഹനം ഇപ്പം വളരെ കൃത്യമായിട്ട് കാണിച്ചിട്ടുണ്ട്. അതിൻ്റെ ഗുണദോഷങ്ങളും കാര്യങ്ങളൊക്കെ പറയുന്നുമുണ്ട്. അതുപോലെ തന്നെ ഇനി നിങ്ങൾ ഇതല്ല ഒരു ആൽഫ വേരിയൻറ്റ് സെലക്ട് ചെയ്യാനുള്ളൊരു പ്ലാൻ ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നൊരു അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെഡ്ലൈറ്റിൽ പ്രൊജക്ടർ വരുന്നുണ്ട്, DRL നിങ്ങൾക്ക് അവിടെ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഓട്ടോ ക്ലൈമറ്റ് കൺട്രോൾ AC നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നുണ്ട്, പഡിൽ ലാംപ്സ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. പിന്നെ നമുക്ക് വരുന്നത് റിയർ ക്യാമറ വരുന്നുണ്ട്. അങ്ങനെ കുറച്ചേറെ ഫീച്ചേഴ്സാണ് നമുക്ക് അഡീഷണലായിട്ട് നമുക്ക് ആൽഫ എടുക്കുമ്പോൾ കിട്ടുന്നത്. പക്ഷേ ഒരു വാല്യൂ ഫോർ മണി എന്ന് പറയാൻ സാധിക്കുന്നൊരു ഫീച്ചേഴ്സ് എല്ലാം കിട്ടുന്നത് ഒരു സീറ്റ വേരിയൻറ്റിലാണെന്ന് ഞാൻ പറയും. അപ്പം പ്രൈസ് അത്ര വ്യത്യാസം വരുന്നുണ്ട്. 1 രൂപ അടുപ്പിച്ച് തന്നെ നമുക്കവിടെ വ്യത്യാസം വരുന്നുണ്ട്. അപ്പോൾ അത് മാനേജ് ചെയ്യാൻ നിങ്ങൾക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ
നിങ്ങൾക്കൊരു ആൽഫ വേരിയൻ്റ് എടുക്കാം. പക്ഷേ ആൽഫ വേരിയൻറ്റിൽ എനിക്ക് ഒരു നെഗറ്റീവ് സൈഡ് തോന്നിയിട്ടുള്ള അതിൻ്റെ ഹെഡ്ലൈറ്റിൻ്റെ കാര്യമാണ്. ഹെഡ്ലൈറ്റ് LED ആണെന്ന് പറഞ്ഞാലും ഒരു ബ്രൈറ്റർ സൈഡ് നോക്കാനാണെങ്കിൽ എനിക്ക് അത്രയും അങ്ങോട്ടൊരു ഓക്കെ ഫീലായിട്ട് ഞാൻ പറയില്ല. അതെൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ്. സീറ്റ വേരിയൻ്റ് എടുത്തിട്ട് നിങ്ങൾക്ക് അപ്ഗ്രേഡ് ചെയ്യുന്ന നിങ്ങളുടെ ഇഷ്ടത്തിനുള്ള ബൾബ് ഇടാൻ സാധിക്കും. അതൊരു പോസിറ്റീവ് സൈഡ് തന്നെയാണ് ഞാൻ പറയും. ഏതായാലും നിങ്ങളുടെ അഭിപ്രായം കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. എങ്ങനെയുണ്ട് നിങ്ങൾക്ക് ഈ ഒരു വാഹനം യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കൂടെ എനിക്കൊന്ന് അറിയണം. ഓവറോൾ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടൊരു വാഹനമാണ്. ഞാനിതിപ്പം ഇപ്പോഴത്തെ ഒരു ഡ്രൈവ് മാത്രം പറയുന്നൊരു കാര്യമല്ല, ഞാൻ ഒരുപാട് ദൂരം ഈ വാഹനം ഡ്രൈവ് ചെയ്തിട്ടുള്ളതാണ്. പ്രത്യേകിച്ച് ഇതിൻ്റെ സർവീസ് സൈഡും കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് നോക്കിക്കൊണ്ടിരുന്നതുകൊണ്ട് അത്രയും കൃത്യമായിട്ട് എനിക്ക് പറയാൻ സാധിക്കും. പിന്നെ ഡ്രൈവ് ചെയ്യാൻ പഠിക്കുന്ന ആൾക്കാരോ അല്ലെങ്കിൽ നിങ്ങൾ ഡ്രൈവ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ AGS വാഹനമാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ കുറച്ച് കാര്യങ്ങൾ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. ഒരു കാരണവശാലും ഈ വാഹനത്തിനൊരു ഫ്യൂൽ എഫിഷ്യൻസി റേഞ്ച് ഒരു 20.8 കമ്പനി പറയുന്നുണ്ട്. എന്നാലും 21 കിട്ടുന്ന കസ്റ്റമേഴ്സും ഉണ്ട്, 14 അല്ലെങ്കിൽ 13 കിലോമീറ്റർ കിട്ടുന്ന കസ്റ്റമേഴ്സ് ഉണ്ട്. എന്തുകൊണ്ടാണ് ഇത്രയും ഡിഫറൻസ് വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് ഞാൻ കാണിച്ചു തരാം. ഞാൻ ഈ വാഹനം ഒന്ന് ഇവിടെ സ്റ്റോപ്പ് ചെയ്തതിന് ശേഷം ഞാനിതിപ്പം ഡ്രൈവ് മോഡിൽ തന്നെയാണ് ഈ വാഹനം വരുന്നത്. ഡ്രൈവിലിട്ട് ആക്സിലറേറ്റ് ചെയ്ത് ഞാനിപ്പോൾ എടുക്കുന്ന രീതി നിങ്ങളൊന്ന് കണ്ടോണം. ഞാനിപ്പം വളരെ പതുക്കെ, നിങ്ങൾ ഈ RPM ഒന്ന് ശ്രദ്ധിച്ചോണേ. ഏത് RPM എത്തുമ്പോഴാണ് ഗിയർ ഷിഫ്റ്റ് ആവുന്നത് നിങ്ങൾ നോക്കിക്കോണം. ഞാൻ ഒന്നും ചെയ്യുന്നില്ല, എൻ്റെ ഈ കൈ ഇവിടെ തന്നെയുണ്ട്. ഓട്ടോമാറ്റിക്കായിട്ട് ഈ ഗിയർ ഷിഫ്റ്റ് ചെയ്യുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചോണം. അപ്പം നിങ്ങൾക്ക് ഇവിടെ കാണുമ്പോൾ മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ 2000 RPM മുകളിലോട്ട്, അതായത് 2000 RPM മുകളിലോട്ട് പോകാൻ ഞാൻ അനുവദിക്കുന്നില്ല. ഇങ്ങനെ ഓടിച്ചാൽ ഉറപ്പായിട്ടും നിങ്ങൾക്കൊരു 20+ അല്ലെങ്കിൽ 20 അടുപ്പിച്ചെങ്കിലും മൈലേജ് കിട്ടും. പക്ഷേ സിറ്റീസിൽ പ്രതീക്ഷിക്കരുത്. വളരെ കാര്യമായിട്ട് ഞാൻ പറയുകയാണ്, സിറ്റീസിൽ പ്രതീക്ഷിക്കരുത്. നല്ലൊരു വഴി ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഓവറായിട്ട് ആക്സലറേറ്റ് ചെയ്ത് നിങ്ങൾ ഇനിയെങ്കിലും ഞാനിത് പറഞ്ഞതിന് ശേഷം ഡ്രൈവ് ചെയ്ത് നോക്കുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി. എപ്പോഴും ഒരു 3000 RPM മുകളിലോട്ട് കയറിയതിന് ശേഷമായിരിക്കും ഗിയേഴ്സ് ഷിഫ്റ്റ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന ആക്സിലറേറ്റർ എത്രയാണോ അത്രയും നമ്മുടെ ECM സെൻസ് ചെയ്ത് അത്രയും കൂടെ ഗിയേഴ്സ് ഷിഫ്റ്റ് ചെയ്യാതെ അത് മാറ്റി വെച്ചിരിക്കുകയാണ്. ആ ഒരു ഗിയറിൽ അത്രയും സ്പീഡ് ഗെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുറച്ച് ആക്സിലറേറ്റ് ചെയ്യുകയാണെങ്കിൽ കൂടുതൽ ഫ്യൂൽ എഫിഷ്യൻസി കിട്ടും. ഫ്യൂൽ എഫിഷ്യൻസി വേണമെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ ഈ ഒരു കാര്യത്തിൽ കോംപ്രമൈസ് ചെയ്യണം. അതായത് സ്പീഡിൽ കുറച്ച് കോംപ്രമൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നല്ലൊരു ഫ്യൂൽ എഫിഷ്യൻസി കിട്ടും. ഇനി നിങ്ങൾക്ക് ഫ്യൂൽ എഫിഷ്യൻസി ഒരു പ്രശ്നമല്ലെങ്കിൽ ധൈര്യമായിട്ട് ആക്സിലറേറ്റ് ചെയ്യുക. ജസ്റ്റ് ഒന്ന് കിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവൻ പറന്നങ്ങ് പൊക്കോളും. അതൊരു വലിയ കാര്യം തന്നെയാണ്. അതുകൊണ്ട് ധൈര്യമായിട്ട് ആ രീതിക്ക് ഡ്രൈവ് ചെയ്യുക. നിങ്ങളുടെ ഇഷ്ടത്തിനുള്ള ഏത് രീതിയാണോ ആ രീതിയിൽ തന്നെ ഡ്രൈവ് ചെയ്യാൻ ഞാൻ സജസ്റ്റ് ചെയ്യും. അപ്പം നിങ്ങളുടെ കമൻസും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് രേഖപ്പെടുത്തുക. എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരുത്താനുണ്ടെങ്കിൽ അതും ഉറപ്പായിട്ടും കമൻസിൽ കൊണ്ടുവരിക.